നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. മുതിർന്ന കോൺഗ്രസ് നേതാവും മുനിസിപ്പൽ ചെയർമാനുമായ MP ജാക്സനെതിരെ സ്വകാര്യ ചടങ്ങുകൾക്ക് പോലും പ്രതിഷേധവുമായി എത്തുന്നത് ചിലരുടെ വ്യക്തി വൈരാഗ്യം തീർക്കാനുള്ള നീക്കമാണെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്ത്. ITU ബാങ്കുമായി ബന്ധപ്പെട്ട നിക്ഷേപകരുടെ വൈകാരികമായ വിഷമം ഉപയോഗപ്പെടുത്തിയാണ് ചിലർ വ്യക്തിവൈരാഗ്യം തീർക്കാൻ ശ്രമിക്കുന്നതെന്നും ഇത് നാട്ടിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതിന് ഇടയാക്കുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് രാജീവ് ഗാന്ധി മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ITU ബാങ്കിലെ നിക്ഷേപകരുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് തന്നെയാണ് കോൺഗ്രസ് നിലപാട്. അതിന് ആവശ്യമായ സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തുന്നതിന് തങ്ങൾ എതിരല്ല. രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന സമരത്തെയും അതേ നിലയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇതിന്റെ മറവിൽ വ്യക്തിപരമായി അവഹേളിക്കാനുള്ള ശ്രമത്തെയാണ് എതിർക്കുന്നതെന്ന് സോമൻ ചിറ്റേത്ത പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ നിയന്ത്രണം വരുന്ന ദിവസം വരെയും ഒരാൾക്ക് പോലും നിക്ഷേപം തിരികെ നൽകാതിരുന്നിട്ടില്ല. ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു ക്രമക്കേട് പോലും ആരോപണമായി വരികയോ ഏതെങ്കിലും ഏജൻസിയുടെ അന്വേഷണമോ നടന്നിട്ടില്ല. ITU ബാങ്കിലെ പ്രതിസന്ധി നിലനിന്നിരുന്ന സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിലാണ് MP ജാക്സൺ മത്സരിച്ച് ജയിക്കുന്നതും UDF കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നതും. വസ്തുത ഇതായിരിക്കെ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ പൊതുജന മധ്യത്തിൽ അവഹേളിക്കാനുള്ള ശ്രമത്തെ പ്രതിരോധിക്കുമെന്നും സോമൻ ചിറ്റേത്ത് പറഞ്ഞു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ചിന്താ ധർമ്മരാജൻ, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VC വർഗീസ്, ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൾ ഹക്ക്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മാണാത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. MP ജാക്സനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വകാര്യ ചടങ്ങുകളിൽ ചെന്ന് വേഷം കെട്ട് കാണിക്കുകയാണെങ്കിൽ ഞങ്ങളാരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ VC ഇന്നലെ വൈകിട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ പല പ്രവർത്തകരും നമ്മളെ വിളിച്ച് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നാൽ നമുക്ക് ആ രീതിയിൽ നേരിടാം. അത് നടക്കില്ല. അങ്ങനെ പാർട്ടിയെ മനഃപൂർവ്വം അപമാനിക്കുക ഇതൊരു അവസരമാണെന്ന് വിചാരിച്ച് നടപടി നിയമപരമായി എന്ത് നടപടി ഉണ്ടെന്ന് പറയട്ടെ, എന്ത് നടപടി വാങ്ങിയിട്ട് എടുത്തോളട്ടെ, നമ്മളെ അതിനെ എതിർക്കുന്നില്ലല്ലോ. ITU ബാങ്ക് പണ്ടത്തേക്കാളും നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെ നമ്മുടെ അഭിപ്രായം. ITU ബാങ്ക് അങ്ങനെ തകരാവുന്ന ഒരു അവസ്ഥയിലും അല്ല ഇപ്പോൾ. ഞങ്ങൾ അറിഞ്ഞെടുത്തോളാം, എനിക്കറിയില്ല അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കാനും പോയിട്ടില്ല. നമുക്കതിനെക്കുറിച്ച് പൂർണ്ണമായ കാര്യങ്ങളുമില്ല. എന്നിരുന്നാലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് തകർക്കാൻ വേണ്ടിയാണ് ഈ സമരമെങ്കിൽ നിവൃത്തിയില്ല. അത് MP ജാക്സനല്ല തകർക്കണേ. കാരണം അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ അവിടെ ചെന്നു ബാങ്കിൻ്റെ മുമ്പിൽ പോയി സമരം ചെയ്തു, ആർക്കും എതിർപ്പില്ല. ആരാ ഇതിന് പറയണത്? അവിടെ പോയി മീറ്റിംഗ് കൂടിയെന്ന് പറയുന്നുണ്ട്. അത് പിന്നെ അഡ്മിനിസ്ട്രേറ്റർമാർ ചെയ്ത ബുദ്ധിയാണല്ലോ, ഭയങ്കര ബുദ്ധിയാണുള്ളത്. അത് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കണേ ഇങ്ങനൊരു കാര്യം നടക്കുന്നുള്ളത്. നമ്മൾ പിന്നെ അവരോടൊന്നും പോയി ചോദിക്കില്ല, നമുക്ക് അവരോട് പോയി ചോദിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ വ്യക്തിപരമായി പാർട്ടിയെയോ പാർട്ടിയുടെ ഇരിങ്ങാലക്കുടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ MP ജാക്സനെയും വ്യക്തിപരമായിട്ട് അവഹേളിക്കാനും അപമാനിക്കാനുമാണ് ആരുടെയെങ്കിലും താല്പര്യം വെച്ച് ഈ പാവപ്പെട്ട ഏതായാലും കുറച്ച് ചില നിക്ഷേപകരെ മുന്നിൽ നിർത്തി. ഇത് പണ്ട് യുദ്ധം ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, വലിയ സൂത്രശാലികളൊക്കെ പിന്നിലേ നിൽക്കുള്ളൂ. അവർ കാണുപോലുമില്ല, ചിത്രത്തിൽ പോലും കാണില്ല. അപ്പോൾ കുറേ നിരപരാധികളെ മുന്നിൽ നിർത്തും, എന്നിട്ട് അടി കൊണ്ടുപോകാമെന്ന് പറയും. അപ്പം അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ ഇതിൽ ചില ഹിഡൻ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ വെച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ അങ്ങനെ രാഷ്ട്രീയക്കാർ വേണമെങ്കിൽ ചെയ്തോട്ടെ. ഇപ്പോൾ CPM-കാർക്ക് വേണമെങ്കിൽ അവിടെ പൊതുയോഗം വെച്ചു, പ്രതിഷേധ യോഗം വെച്ചു, ഞങ്ങളെ കുറേ തരുമോ, ഞങ്ങൾക്കതിലൊന്നും പരാതിയില്ല, നടക്കട്ടെ. CPI-കാർ ചെയ്യട്ടെ, BJP-കാരായിട്ട് ആരും അതൊക്കെ ചെയ്യാം. കാരണം നമ്മളും ചെയ്യേണ്ടല്ലോ ഇതൊക്കെ. അപ്പോൾ പിന്നെ നമുക്കും തിരിച്ച് കിട്ടുന്നുള്ളതൊക്കെ വിചാരിക്കണ്ടേ, അതിലൊന്നും തെറ്റില്ല. പക്ഷേ ഈ സ്വകാര്യ ചടങ്ങുകൾ മറ്റുള്ളവർക്കും ചെന്ന് ഇത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ പാർട്ടി പ്രവർത്തകർ വൈകാരികമായി പ്രതികരിക്കേണ്ടി വരും, ബുദ്ധിമുട്ടാവും. അത് ബുദ്ധിമുട്ട് വരുന്നത് നമ്മുടെ ഇരിങ്ങാലക്കുട SNBS സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമായിരിക്കണമെന്ന് SNBS സമാജം സംരക്ഷണ സമിതി പ്രസിഡന്റ് വിപിൻ പാറമേക്കാട്ടിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.
SNBS സമാജത്തിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. സമാജത്തിന്റെ അംഗത്വം നൽകുന്നത് പോലും നിലവിലെ ഭരണസമിതിയുടെ താൽപ്പര്യക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് വർഷങ്ങളായി ഭരണസമിതി അംഗങ്ങളായി തുടരുന്നവർക്ക് തൽസ്ഥാനം നിലനിർത്തുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. സമാജം ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പലരുടെയും നാമനിർദ്ദേശ പത്രിക അകാരണമായി തള്ളുകയായിരുന്നു. SNBS സമാജം നടത്തിവരുന്ന സ്ഥാപനങ്ങളുടെ വരവ് ചെലവ് കണക്കുകളും കൃത്യമായി അവതരിപ്പിക്കാറില്ല. മുഴുവൻ ശ്രീനാരായണീയരെയും ഒറ്റക്കെട്ടായി ചേർത്ത് നിർത്തേണ്ട SNDP യോഗം മുകുന്ദപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പക്ഷപാതപരമായാണ് പ്രവർത്തിക്കുന്നതെന്നും വിപിൻ പാറമേക്കാട്ടിൽ ആരോപിച്ചു. SNBS സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യവും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നടത്താനുള്ള ശ്രമമാണ് തങ്ങൾ നടത്തുന്നതെന്ന് വിപിൻ പാറമേക്കാട്ടിൽ പറഞ്ഞു. സംരക്ഷണ സമിതി ഭാരവാഹികളായ വിജയൻ എളയടത്ത്, സുരേഷ് പാറമേക്കാട്ടിൽ, മോഹൻലാൽ, ഭാസി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. കഴിഞ്ഞ ഒരു 15 വർഷത്തിലേറെയായിട്ട് ഒരു കമ്മിറ്റി മാത്രം ഈ ഒരു സമാജം ഭരിക്കുകയും ആ സമാജം എന്തിനു വേണ്ടിയിട്ടാണോ രൂപീകൃതമായിട്ടുള്ളത് അതിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനെതിരായി ഞങ്ങൾ ഇത്തവണ മത്സരിച്ചു. ഔദ്യോഗിക പാനലിനെതിരെ ഞങ്ങൾ ശക്തമായി തന്നെ ഒരു മത്സരം കാഴ്ചവെച്ചു. 40% വോട്ട് നേടി. ഇനി ഇതിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായി തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഈ സമാജത്തിലെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ശ്രീനാരായണ തത്വങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, ജാതിയോ മതമോ വേർതിരിവില്ലാതെ ആർക്ക് വേണമെങ്കിലും അംഗങ്ങളാകാം. ആദ്യം ശ്രീ ജോസഫ് എന്ന് പറഞ്ഞ ഒരു മാന്യ അദ്ദേഹം ഞങ്ങളുടെ SNBS സമാജത്തിൽ അംഗമായിരുന്ന അഭിമാനത്തോടുകൂടി തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അപ്പം അതുപോലത്തെ ഒരു സമുദായത്തെ ഉദ്ധരിക്കാൻ തുടങ്ങിയ ഒരു സമാജത്തിൽ ഒരു പറ്റം ആളുകൾ തങ്ങളുടെ കുടുംബ സ്വത്താക്കി വാഴുന്ന കാഴ്ച ഞങ്ങൾക്ക് ഇത് കണ്ടു നിൽക്കാനാവില്ല. അതുകൊണ്ടാണ് ഈ സംരക്ഷണ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഈ മെമ്പർഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറുക്കാഞ്ചേരിയിലത്തെ ഇതുപോലത്തെ സമാജമുണ്ട്. അവിടെ 37,000 അംഗങ്ങളുണ്ട്. കാരണം അവർ സമുദായത്തിലെ എല്ലാവരെയും അവർ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ നാട്ടിലുള്ള എല്ലാ ആളുകളെയും അവർ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ 98ാമത്തെ വർഷമാണ് ഈ സമാജം രൂപീകൃതമായിട്ട്. 1928 രൂപീകൃതമായിട്ട് ഇതുവരെ 2400 അംഗങ്ങളും മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഈ കമ്മിറ്റി താളിയോലകൾ ഡിജിറ്റലൈസ് ചെയ്ത് ഗവേഷണത്തിനും പഠനങ്ങൾക്കും ലഭ്യമാക്കുന്നതിനായി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ പുരാരേഖ ഗവേഷണ കേന്ദ്രമായ മാനുസ്ക്രിപ്റ്റ് റിസർച്ച് ആൻഡ് പ്രിസർവേഷൻ സെന്റർ ഗ്രന്ഥപുരയുമായി കൈകോർക്കുന്നു. കേരളത്തിൽ ഇനിയും ഡിജിറ്റലൈസ് ചെയ്യപ്പെടാത്ത താളിയോലകൾ സൗജന്യമായി സംരക്ഷിക്കാനും പഠനങ്ങൾക്കായി ലഭ്യമാക്കുവാനുമുള്ള സാധ്യതയാണ് പദ്ധതിയിലൂടെ തുറക്കപ്പെടുന്നതെന്ന് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസ്സി, മലയാള വിഭാഗം അധ്യാപിക പ്രൊഫസർ ലിറ്റി ചാക്കോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നൂതന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അന്തർവൈജ്ഞാനിക പഠനങ്ങൾക്ക് ഉപയുക്തമാക്കാവുന്നതിൽ ഗണിതം, ജ്യോതിശാസ്ത്രം, രസതന്ത്രം, ജന്തുശാസ്ത്രം, വൈദ്യം തുടങ്ങിയ അനവധിയായ പഠന മേഖലകൾക്കായി മെറ്റീരിയലുകൾ ഇനി മുതൽ ഗ്രന്ഥപുരയിൽ നിന്നും ലഭ്യമാകും. കേരളീയ വിജ്ഞാന പൈതൃകത്തിന്റെ വലിയൊരു പങ്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് താളിയോലകളിലാണ്. കാലപ്പഴക്കവും കാലാവസ്ഥയുടെ ആഘാതവും പരിചരണക്കുറവും താളിയോലകളിൽ രേഖപ്പെടുത്തപ്പെട്ട വിജ്ഞാന പൈതൃകത്തിന്റെ വലിയൊരു ഭാഗം എന്നേക്കുമായി നഷ്ടപ്പെടാനുള്ള ഗുരുതരമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഇരുവരും ചൂണ്ടിക്കാട്ടി. താളിയോല സംരക്ഷണത്തിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ സെന്ററാണ് MRCP. മലയാള വിഭാഗം അധ്യാപിക ലിറ്റി ചാക്കോ നേതൃത്വം നൽകുന്ന ഈ സെന്റർ ഒട്ടനവധി ഡിജിറ്റലൈസേഷൻ പദ്ധതികൾ ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2-ന് കോളേജിലെ ലൊറേറ്റോ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഇരുവിഭാഗത്തിൻ്റെയും പ്രതിനിധികൾ ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കും. വൈദ്യരത്നം ഗ്രൂപ്പിന്റെ HR-ഉം എഴുത്തുകാരനുമായ രമേശൻ പൊയിൽത്താഴത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. താളിയോലകളുടെ ഡിജിറ്റൈസേഷനും അവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ധാരണാപത്രത്തിലാണ് നമ്മൾ ഒപ്പുവെക്കുന്നത്. ഗ്രന്ഥപുര ഇൻഡിക് ഡിജിറ്റൽ ആർക്കൈവ് ഫൗണ്ടേഷൻ്റെ ഭാഗമാണ്. ഗ്രന്ഥപുര ഇതിനു മുൻപ് താളിയോലകൾ ഒഴിച്ച് മറ്റു പല അമൂല്യ പുസ്തകങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണം, നിഘണ്ടുക്കൾ, അപൂർവ രേഖകൾ അവയുടെ എല്ലാം ഡിജിറ്റൈസേഷൻ ചെയ്തിട്ടുണ്ട്. അവ താളിയോലയുടെ കാര്യത്തിൽ ഗ്രന്ഥപുര ആദ്യമായിട്ടാണ് കൈവയ്ക്കുന്നത്. ഇരിഞ്ഞാലക്കുട സെൻറ് ജോസഫ് കോളേജിൽ
മിസ് ലിറ്റിയുടെ നേതൃത്വത്തിൽ താളിയോല സംരക്ഷണത്തിൽ നമുക്കറിയാം ശ്രദ്ധേയമായ ഇടപെടലുകളും കാര്യങ്ങളും ഒരുപാട് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് ബ്രിട്ടീഷ് മായി ബന്ധപ്പെട്ട് നമുക്ക് നല്ലൊരു പ്രോജക്റ്റ് മിസ് ലിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട സെൻറ്റ് ജോസഫ്സ് കലാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളിതിൻ്റെ ഗവേഷണങ്ങളും അതിൻ്റെ ഡിജിറ്റൈസേഷൻ അതിൻ്റെ പ്രിസർവേഷനുമായി ബന്ധപ്പെട്ട് താളിയോലയിൽ ഒരുപാട് ഗവേഷണങ്ങൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രന്ഥപുരയുമായിട്ട് നമ്മൾക്ക് നാഷണൽ ഇതായി കൈകോർക്കാനായിട്ടൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഗ്രന്ഥപുരയുടെ ഒഫീഷ്യൽസായി ഇവർ നമ്മുടെ കൂടെയുണ്ട്, ഓൺലൈനായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നാളെ 2 മണിക്കാണ് ഇതിൻ്റെ നമ്മൾ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ മിസ് ലിറ്റിയാണ് നമുക്ക് സെൻറ്റ് ജോസഫ്സ് കോളേജിലെ സംഗമ ഗ്രാമ മാധവൻ്റെ ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഒരു പദ്ധതിയും കൂടി നടത്തിയിട്ടുണ്ട്. പ്രളയത്തിൻ്റെ സമയത്ത് നമുക്കെല്ലാവർക്കും ആ പ്രളയബാധിത സമയത്ത് ഒരുപാട് വീടുകളിലെ കുട്ടികളുടെ ഡോക്യുമെൻസും ബാങ്കുകളുടെ ഡോക്യുമെൻസും മറ്റു പല സ്ഥാപനങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നന്നായി പ്രിസർവ് ചെയ്ത് ഡിജിറ്റൈസ് ചെയ്ത് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇരിഞ്ഞാലക്കുട സെൻറ്റ് ജോസഫ്സ് കോളേജിലെ MRPCയിൽ. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കും കാര്യമായും ചെയ്തു. വല്ലക്കുന്ന് അൽഫോൻസ ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് വരന്തരപ്പള്ളി സെന്റ് പൈസ് 10th യോഗാർത്ഥി ഭവനം റക്ടർ ഫാദർ ലിൻസറ്റൻ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജെയിംസ് പള്ളിപ്പാട്ട് വചന സന്ദേശം നൽകി. രാവിലെ 7:30 മുതൽ വൈകിട്ട് 5 വരെ നടന്ന നേർച്ച ഊട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.